ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ സൺഡേ ആയപ്പോൾ ഇന്നല്ല കേട്ടോ, ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നലെ പോയവരെയാണ്. പോയപ്പോഴത്തേക്കും വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ പോകുന്ന ആന്ത്രള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാനൊക്കെ റെഡിയായി. അപ്പം നമ്മൾ പോയത് ഒരു വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ല വൈകുന്നേരമല്ലേ, നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ ആ സമയത്തൊക്കെ കഴിവതും വൈകുന്നേരം യാത്ര ചെയ്യാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം രാവിലെ പള്ളിയിലെല്ലാം പോയിട്ടൊക്കെ വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതേ കുറച്ച് ചെമ്പരിയാടുകളെ കണ്ടോ, നല്ല രസമില്ല കാണാനായിട്ട്. ചെമ്പരിയാടിനെയൊക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. അങ്ങനെ ചെമ്പരിയാടിനെ എല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ പോവാണ്. പക്ഷേ ഒന്നും പറയാനേ പറ്റത്തില്ല, ഭയങ്കര തിരക്കായിരുന്നു റോഡിൽ കേട്ടോ. നമുക്ക് ആ റോഡിൽ പോകുന്ന ആ തിരക്കിൻ്റെ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഭയങ്കര തിരക്കും ബ്ലോക്കും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് കേട്ടോ. അപ്പം അവിടുത്തെ എനിക്ക് ആന്ധ്രാളിയിലെ എന്താണെന്നോ അത് എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. അപ്പോഴത്തെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് കടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ എപ്പോഴും ഈ പച്ചക്കറിക്കാരും ഫ്രൂട്ട്സും അങ്ങനെ നമുക്ക് വേണ്ട ഐറ്റംസും ഡ്രസ്സും അങ്ങനത്തെ നിങ്ങൾക്ക് ഈ സൈഡിൽ കൂടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ വണ്ടിയെ പോകുമ്പോൾ അതിപ്പം ഇവിടെ എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇത് സ്റ്റാർട്ടിങ് കേട്ടോ, ആന്ധ്രയിലെത്തി. ഞങ്ങളപ്പം ജസ്റ്റ് വണ്ടിയെ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകൾ കേട്ടോ. നിറയെ കടക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇഷ്ടം പോലെ സാധനങ്ങളെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അവിടോട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ അടുക്കും തോറും നമുക്ക് വണ്ടി പോലും പോകത്തില്ല. അതുപോലെ ജനവും അതുപോലെ തന്നെ രണ്ട് സൈഡിലും കടക്കാരുടെ ബഹളം. എനിക്ക് ഫോൺ എടുത്തിട്ട് ഏത് സൈഡ് എടുക്കണമെന്നറിയത്തില്ല. ഈ സൈഡ് എടുക്കണോ ആ സൈഡ് എടുക്കണോ, രണ്ട് സൈഡിലും. നമ്മളിതിപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. നിങ്ങളോർക്ക് ഇതാണ് ഇത്രയും കാഴ്ചകൾ എന്നല്ല, നമ്മൾ ആ ഉള്ളിലേക്ക് കയറി പോകുമ്പോഴത്തേക്കാണ് നമ്മൾ കാഴ്ചകൾ കാണാൻ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കാഴ്ച എന്ന് വെച്ചാൽ ഭയങ്കര, നമുക്കൊന്ന് വണ്ടി ഇടാൻ പോലും ഉള്ള സ്ഥലമില്ലായിരുന്നു. അതുപോലെ അതും പോരാത്തതിന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും വരും. ഭയങ്കര ജനമായിരുന്നു. ഇപ്പം നമ്മൾ ആലപ്പുഴ ചെറുപ്പിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഇരട്ടിയായിരുന്നു കേട്ടോ. ഞാൻ അപ്പോഴൊക്കെ ഇത്രയും ജനത്തെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ ശിവാജി നഗറിൽ പോയിട്ടുള്ളപ്പോഴും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ജനത്തെ കാണുന്നത് ഇവിടെ വന്നിട്ട് കേട്ടോ. ഭയങ്കര ആളായിരുന്നു രണ്ട് സൈഡിൽ. നമുക്ക് എങ്ങോട്ട് നോക്കണമെന്നറിയത്തില്ല. ആ വശത്തോട്ട് നോക്കണോ ഈ വശത്തോട്ട് നോക്കണോ, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളിപ്പം വണ്ടി ഇടാനായിട്ടുള്ള സ്പേസ് തപ്പിക്കൊണ്ട് പതുക്കെ ഓടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓൾറെഡി കുറേ കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റി. നമുക്ക് ഈ നടക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് കൂടുതലും നമ്മുടെ മാല, വള, അങ്ങനെയുള്ള സ്വർണ്ണങ്ങൾ സൂക്ഷിക്കണം. പിന്നെ ഈ മൊബൈലൊക്കെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ചിലവരൊക്കെ നമ്മുടെ അത് പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെ പോവും, തട്ടിപ്പറിച്ച്. അങ്ങനെ മോഷണങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് മോഷണത്തിന് സാധ്യത ഒരുപാട് കൂടുതലായതുകൊണ്ട് നമുക്ക് ഭയങ്കര ശ്രദ്ധിച്ച് വേണം. മൊബൈലാണെങ്കിലും പിന്നെ കഴുത്തിൽ മാല അങ്ങനെയൊക്കെ ഉള്ള സ്വർണ്ണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരുന്നവരൊക്കെ ഒരുപാട് സൂക്ഷിക്കും. പല ആൾക്കാരല്ലേ വരുന്നത്. അപ്പം വണ്ടിയെ ഞങ്ങൾ കുറേ അങ്ങേ അറ്റം വരെ പോയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനും നിങ്ങളെ കാണിക്കാനും ഒക്കെ പറ്റി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ പോവാണ്. വണ്ടി പ്രത്യേകം ഞാൻ ആ സമയത്ത് എൻ്റെ ദൈവമേ, ഈ വണ്ടി ഓടിക്കുന്നവരെയൊക്കെ ഒന്ന് സമ്മതിക്കണം അല്ലേ. നമ്മൾ എന്തോരം തിരക്കായിരുന്നു. ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ എല്ലാം, അതും ആൾക്കാരൊക്കെ ഒന്ന് ഹോണടിച്ചാലൊന്നും മാറത്ത് പോലും ഇല്ല. ഇങ്ങനെ നിരന്ന് റോഡിൽ കൂടെ അങ്ങ് നടക്കുക. നമ്മളപ്പോൾ അവരെ ശ്രദ്ധിച്ചു ഒക്കെ എന്തോരം സുരക്ഷിതമായിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നവരെയൊക്കെ ഞാനപ്പോൾ ഓർത്ത് കേട്ടോ, നന്നായിട്ട്. പിന്നെ എൻ്റെ നോട്ടം മൊത്തം ഈ കമ്മലും ഒക്കെയുള്ള, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കമ്മലുകൾ, കുപ്പിവളകൾ, ഇതൊക്കെ ഉള്ളതൊക്കെ, അതുപോലെ വളകൾ, ഇതൊക്കെ എനിക്ക് ഭയങ്കര നോട്ടമാണ്. ഞാനതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട്
ഇരിക്കുമായിരുന്നു. അപ്പം നമ്മൾ കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ട് ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മൾ കുറേ നടന്നു കേട്ടോ. കുറേ നടന്ന് കാഴ്ചകൾ കണ്ടു. പക്ഷെ നടന്ന് കാഴ്ചകൾ കണ്ടതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കാര്യം നമുക്ക് നടന്നുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് സൂക്ഷിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ നടന്നുള്ള ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഈ വണ്ടി കുറേ പോയതാണ് വീഡിയോ എടുത്തത്. അപ്പം നിങ്ങൾ ഓർക്കും ഇതൊക്കെയാണ് ആൾക്കാർ. നല്ല നമ്മൾ അങ്ങോട്ട് അടുത്തോണ്ടിരിക്കുക. നമ്മൾ അടുക്കും തോറും ആളും അതുപോലെ തന്നെ കടക്കാരും ഇഷ്ടം പോലെ ഏതൊക്കെ ടൈപ്പ് ഏതൊക്കെ മോഡൽ സാധനം വേണേലും നമുക്കവിടെ കിട്ടും കേട്ടോ. നമുക്ക് എന്തെടുത്ത് ഡ്രസ്സിന് ഡ്രസ്സ്, കമ്മലുകൾ പല മോഡൽ പല ടൈപ്പ് പല സൈസിലുള്ള കമ്മലുകളും. എനിക്ക് കമ്മലുകൾ ജിമിക്കുകൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ വാങ്ങിക്കും ഒരുപാട് ഇങ്ങനത്തെ ഒക്കെ സംഗതി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇടുന്നത് വളരെ ചുരുക്കം. നമ്മളിതുപോലെ റീൽസൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ റീൽസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പം അപ്പം മാത്രമേ ഞാൻ അങ്ങനത്തെ കമ്മലുകളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇന്ന് ഈ കമ്മലൊന്ന് ഇട്ടുകൊണ്ട് പോവാം എന്നൊക്കെ നമുക്കൊരു ചിലപ്പോൾ ഒരു മൂടൊക്കെ വരത്തില്ലേ, അപ്പോൾ എന്നാൽ കമ്മലിടാം എന്നോർത്ത് കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്മലുകൾ നേരത്തെ ചില തോന്നലുകളിൽ ഇടാറുണ്ട്. അല്ലെങ്കിൽ റീൽസ് അല്ലെങ്കിൽ ഫോട്ടോ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടമാണ് ഇതുപോലെ ഇങ്ങനെ. എനിക്ക് കുറേ കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. കുറേ കമ്മൽ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം കുറേ കമ്മലുകളുണ്ട്. പണ്ട് പോയതായിരിക്കും, കളറൊക്കെ എന്നാലും സൂക്ഷിച്ച് വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കമ്മലുകളൊക്കെ ഒരുപാട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ. ഇവിടെ ബ്ലോക്കായി, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു, അങ്ങോളം ബ്ലോക്കായിരുന്നു. അപ്പം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കളക്ഷൻസ് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കമ്മലുകൾ, വള, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കും. ഇപ്പം എപ്പോഴും വീട്ടിൽ ചോദിക്കും എന്തിനാ ഇങ്ങനെ പൈസ കളയുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് പൈസ കളയുന്നത്. പക്ഷെ നമ്മുടെ ഒരു സന്തോഷമല്ലേ, നമുക്കിതൊക്കെ ഭയങ്കര സന്തോഷമുള്ളതല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചാൽ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ എനിക്ക് കമ്മലുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് ചിലപ്പോൾ എനിക്ക് ചേരുന്ന ടൈപ്പൊന്നും അല്ലായിരിക്കും, എന്നാലും വാങ്ങിച്ചിങ്ങനെ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും റീൽസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നിപ്പോൾ പോവാം, ഇന്നിങ്ങനെ ഒന്ന് ഒരുങ്ങുക. അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് ഈ മൊബൈലൊക്കെ എടുക്കും ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഓരോരുത്തരൊക്കെ ഇത്രയും കമ്മലുകളൊക്കെ ഇട്ട് നടക്കുന്നത് കാണുമ്പോൾ എന്നാൽ ഒന്ന് ഇടാം അല്ലെങ്കിൽ ഒന്ന് ഇട്ട് നോക്കാം എന്നൊക്കെയുള്ളൊരു തോന്നലുകൾ വരുമ്പോഴത്തേക്കും ഇതുപോലെ ചെയ്യും കേട്ടോ. ഇതുപോലെ ഇടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു കുറച്ച് നടന്നിട്ട് പിന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. ഉള്ളിലോട്ടൊക്കെ പോയി ഒത്തിരി കാഴ്ചകളൊന്നും ഇഷ്ടംപോലെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ. അപ്പം അതൊന്നും കുറേ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ എന്നിട്ട് കുറേ വണ്ടിയിൽ പോയി എടുത്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ നടന്നു കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങ് ശ്വാസം മുട്ടും. കാര്യം അതുപോലെ ജനമാണ്. നമുക്ക് അങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. നമുക്ക് മാല സൂക്ഷിക്കണം, മൊബൈൽ സൂക്ഷിക്കണം. ഇതൊക്കെ ആകെപ്പാടെ ഭയങ്കര ടെൻഷനും ഉണ്ട്. നമുക്ക് ആസ്വദിച്ച് കാണാനായിട്ടും പറ്റും. അതുപോലെ ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുകളായിരുന്നു. പിന്നത്തെ നല്ല നമുക്ക് റേറ്റൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ ഡ്രസ്സ് ഐറ്റംസിനൊക്കെയും. പിന്നെ കുറേ വറുത്ത ഐറ്റംസ്, പലഹാരങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ 2 മാനിനെയൊക്കെ വെച്ചിട്ട് വരുന്ന ഈ വണ്ടി ഇങ്ങനെ ഇത് വരുന്നുണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്യും. എനിക്ക് എന്താ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് കണ്ടു, കൗതുകം തോന്നി, ഞാൻ എടുത്തു. എന്നാൽ ഫ്രണ്ടിൽ കുഞ്ഞ് കൃഷ്ണനുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് കൃഷ്ണൻ അവിടെ ഇങ്ങനെ ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ട് നോക്കി. ഈ നമ്മൾ ആ ഒരു ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരില്ലേ, അവരുടെ ഒരു ഉത്സവമായത് എന്ന് മാത്രം എനിക്കറിയാം. അല്ലാതെ ഇതിനെക്കുറിച്ചുള്ള യാതൊരു വിധത്തെ കൃഷ്ണനെ കണ്ട നല്ല രസമില്ല കാണാൻ, കുഞ്ഞ് കൃഷ്ണൻ. അപ്പോഴത്തേക്കും അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഇതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു. ഭയങ്കര ജനമാണ് കേട്ടോ. ആൾക്കാരെല്ലാം അങ്ങ് തിങ്ങിക്കൂടിയിരിക്കും. നമുക്ക് മൊബൈലിൽ ഒരു പരിധി കൂടുതൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് റീസൺ ഞാൻ പറഞ്ഞു. അതിന് കവിഞ്ഞായിരുന്നു ജനം. ഭയങ്കര ജനം എന്ന് വെച്ചാൽ ഭയങ്കര ജനം. അപ്പോൾ കൃഷ്ണനെ എല്ലാവരും കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷ്ണനെ കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ
കൃഷ്ണനും കൂടെ ആണെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ കുറേ നേരം അവിടെ പോയി ഇങ്ങനെ നിന്നു ഒക്കെ എടുത്തു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മുന്നോട്ട് ഇനിയും പോകാമെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് തിരിച്ച് പോകാമെന്ന് പറഞ്ഞു. കാര്യം ഭയങ്കര ജനം, എനിക്ക് നമുക്ക് ടെൻഷനും കൂടെ ആയിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ വീട്ടിലേക്ക് ഞങ്ങൾ പോവാണ്. പോകുന്ന വഴിക്ക് ഫുഡും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് പോവായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പിന്നെ കുറച്ച് ദൂരം ട്രാവൽ ചെയ്യണമായിരുന്നു കേട്ടോ. നമ്മൾ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല രസമുള്ള യാത്രയായിരുന്നു കേട്ടോ. നല്ല ഇപ്പം കാണാനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, ഇഷ്ടംപോലെ സാധനങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇതൊരു ഹോട്ടൽ, മലയാളികളുടെ ഹോട്ടലായിരുന്നു കേട്ടോ, മലയാളി ഹോട്ടലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഫുഡ്, വൈകിട്ടത്തേക്കുള്ള ഫുഡും 2 വാങ്ങിച്ചു. അപ്പോൾ അങ്ങനത്തെ ആ ചേട്ടനാണ് ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥനാട്ടോ, ഓണറാണ്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകായിരുന്നു. അപ്പം അത്യാവശ്യം സന്ധ്യയായി. അങ്ങനെ വീട്ടിലേക്ക് പോകായിരുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ.